മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണോ അല്ല എന്നാണ് CPM-ന്റെ പുതിയ കരട് രേഖയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോട് അഭിപ്രായം തേടിയിരുന്നു. ഇതിൽ വിശദമായ ഒരു മറുപടി നൽകണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു MV ഗോവിന്ദൻ. എന്തായാലും ഒരു അസാധാരണമായിട്ടുള്ള രഹസ്യരേഖ CPM-ന്റെ രഹസ്യരേഖ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് വലിയ വിവാദത്തിലാവുകയും ചെയ്യുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും വലിയ വിവാദത്തിലേക്ക് ഇത് പോവുകയാണ്. അതായത് ഒരു ഫാസിസ്റ്റ് സർക്കാരെന്നോ നവ ഫാസിസ്റ്റ് സർക്കാരെന്നോ മോദി സർക്കാരിനെ പറയാനാകില്ല. പക്ഷേ നവ ഫാസിസ്റ്റ് സർക്കാരിന്റെ പ്രവണതകളുണ്ട്, സ്വഭാവ സവിശേഷതകളുണ്ട് എന്നുള്ളതാണ് കരട് രേഖയിൽ പറയുന്നത്. നമുക്ക് MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. അത് കുറച്ചും കൂടി വിശദമായി പറയണം. അത് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അത് പറയാം. വെയിറ്റ് ചെയ്യണം. അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാൻ കഴിയില്ല. അതിന് വിശദമായി തന്നെ പഠിച്ച് അത് പറയേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഒരുപക്ഷെ ഈ രീതിയിൽ വിവാദമായ പശ്ചാത്തലത്തിൽ ഒരു വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശദമായി തന്നെ പറയേണ്ടി വരും. വിശദമായി പറയാതെ അത് കഴിയുകയുമില്ല എന്നാണ്. അതെ അതെ, കാരണം ഇത്രയും കാലം 10 വർഷമായിട്ട് ഫാസിസ്റ്റ് സർക്കാർ എന്ന്, ഇന്ത്യയിൽ ഫാസിസം നടമാടുന്നു എന്ന്, ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന CPM, കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസിലും സമാന നിലപാട് സ്വീകരിച്ച CPM ഇപ്പോൾ ഈ ഒരു രഹസ്യരേഖ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ജോസഫ് സി മാത്യു നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇത് പുറത്തു വന്നിരിക്കുന്നത് CPM-ന്റെ രഹസ്യരേഖയാണ്. CPI സ്വീകരിച്ചതുപോലെ CPIM സ്വീകരിച്ചതുപോലെ മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് പറയുന്നു പുതിയ രഹസ്യരേഖയിൽ. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഇതെല്ലാം ഒരു പുതിയ സാഹചര്യമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അവരുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷനാണ്. ഒരു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് പൊളിറ്റിക്കൽ റെസൊല്യൂഷന്റെ കരട് തയ്യാറാക്കി പൊതുജനങ്ങളുടെ മുൻപാകെ സമർപ്പിച്ച് അവരുടെ വീക്ഷണവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ തയ്യാറാക്കുക. സത്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ നടപ്പിലാക്കാനുള്ള സംഘടന സംവിധാനം മാത്രമാണ്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുടെ മുൻപാകെ അവരുടെ രാഷ്ട്രീയം വെച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടി ക്രോഡീകരിച്ച് തയ്യാറാക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തിക്കുക. അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള അവരുടെ പ്രഖ്യാപിത നിലപാട് അതാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷന്റെ കരടുണ്ടാക്കിയ ശേഷം പാർട്ടി അംഗങ്ങൾക്ക് മാത്രമായിട്ട് അതിലെ ചില പദാവലികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യം വരികയാണ്. പാർട്ടി അംഗങ്ങൾക്ക് പോലും നിർവചിച്ചാൽ മാത്രം, വിവേചിച്ചു കൊടുത്താൽ മാത്രം മനസ്സിലാകുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പദാവലി, അതിന്റെ നിർവചനം അല്ലാത്ത മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. അവിടെയാണ് ഈ നിയോ ഫാസിസം എന്നുള്ള പുതിയ പദപ്രയോഗവും അതിന്റെ രേഖയും ഒക്കെ പുറത്തു വരുന്നത്. ഇവരുടെ വിചാരം ഇതൊന്നും ആരും അറിയില്ല എന്നാണ്. നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരം കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലായി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഇതൊരു ഫാസിസ്റ്റ് സർക്കാരാണെന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തിരുന്നു. ഫാസിസം വന്നു കഴിഞ്ഞിട്ടില്ല, അതിങ്ങനെ ഓട്ടോയിലൊക്കെ കയറി പുറപ്പെട്ടിട്ടേ ഉള്ളൂ എന്നുള്ളതായിരുന്നു മറുവിഭാഗത്തിന്റെ, പ്രകാശ് കാരാട്ടിന്റെ ഒക്കെ ഒരു ലൈൻ എന്ന് നമുക്കറിയാം. നിർഭാഗ്യവശാൽ സീതാറാമന്റെ മരണത്തിന് ശേഷം ഈ പുറന്തള്ളപ്പെട്ട കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും കൂടി പാർട്ടി പുറന്തള്ളിയ ഈ റെസൊല്യൂഷൻ, അത് നമുക്കറിയാവുന്നതാണ്. PB തയ്യാറാക്കിയ റെസൊല്യൂഷൻ അല്ലാതെ ജനറൽ സെക്രട്ടറി വേറെ ഒരു ബദൽ രേഖ എന്ന് പറയാവുന്നത് പോലെ ഒന്ന് അവതരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ ആ തരത്തിൽ പ്രതികരിക്കുകയാണ്. യെച്ചൂരി പോയി ഫാസിസം വന്നു എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റുന്നില്ല. അതിലെ PBയിലെ ചില അംഗങ്ങൾ നയം മാറ്റുന്നു. അതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം, അതോ പുതിയ അതിന് ബദലായിട്ടുള്ള നയമാണോ രൂപപ്പെടുക എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. ഇതിനൊക്കെ എന്ത് പ്രസക്തി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു ചെറിയ പാർട്ടിയാണ്, ഇന്ത്യയുടെ പാൻ ഇന്ത്യ പ്രസൻസിൽ ചെറിയ ഇതാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് PBയിൽ ഇപ്പോൾ കൈയാളുന്ന കുറച്ചുപേരുടെ ഒരു നയമാണ് ഈ കരടിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ ഒരു നയം, ഒരു റെസൊല്യൂഷനും കൊണ്ടാണ് അവിടെ വന്നത്. അതിനോട് യോജിക്കാതിരുന്ന ജനറൽ സെക്രട്ടറി അതിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു വലിയ നഷ്ടവുമാണ്. പക്ഷെ അതുകൊണ്ടും ഈ കൊണ്ടുവരുന്നത് അതേപടി അവിടെ അംഗീകരിക്കപ്പെടും എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ വയ്യ. കേരളത്തിലെ അത്ര അച്ചടക്കം
ഈ ദേശീയ തലത്തിൽ പാർട്ടിയിൽ മുഴുവൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഈ ഇവിടുത്തെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൃത്യം ഒരു വർഷം മുൻപ് മാർച്ചിൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ അംഗത്വം നഷ്ടപ്പെട്ട സമയത്ത് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, ഇത് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ഫാസിസ്റ്റ് ഭരണം, അതാണ് മോദി സർക്കാരിൻ്റെതെന്ന് എഴുതിയ പിണറായി വിജയൻ കൂടി ഉൾപ്പെടുന്ന PB ആണിത്. അല്ല, അത് നമ്മൾ പലപ്പോഴും ഈ ഫാസിസ്റ്റ് എന്നുള്ളത് അങ്ങനെ ഉപയോഗിച്ചു പോകാറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പാർട്ടിയുടെ നയം രൂപീകരിക്കുന്ന സമയത്ത്, ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രകാശ് കാരാട്ട് എടുക്കുന്ന ഒരു ലൈനിനോട് അനുകൂലമായിട്ടാണ് കേരളത്തിലെ പാർട്ടി ഘടകം നിലനിന്ന് പോരുന്നിരുന്നത്. അത് നിരന്തരമായിട്ട് എടുത്തിരുന്നത് ഫാസിസം വന്നു കഴിഞ്ഞിട്ടില്ല, അത് അതിനുള്ള ചില ശ്രമങ്ങളുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതിനോട് വളരെ ശക്തമായ വിയോജിപ്പ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പൊ റൂറൽ റിച്ചും റൂറൽ പൂറും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ഈ റെസൊല്യൂഷനിലെ നിലപാടുകൾ പുതിയ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ കർഷക സമരത്തിനോട് യോജിക്കേണ്ടതില്ലെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അവിടുത്തെ കർഷക സമരത്തെ നയിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ റൂറൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിൽ ഗുരുതരമായ പെശകുകൾ ഇതിന്റെ അകത്തുണ്ട്. പാർട്ടിയുടെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പാർട്ടിയുടെ നയം അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് ഓരോ പാർട്ടിക്ക് അത് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇത്രയും കാലം ഈ 10 വർഷത്തിൽ ഏത് സമയത്താണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യത്തിൽ മാത്രമല്ല SFI തുടങ്ങിയിട്ടുള്ള CPM-ന്റെ എല്ലാ പോഷക സംഘടനകളും CPM-ഉം ഒരുപോലെ തന്നെ ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഫാസിസം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഈ ജനങ്ങളെ ഒന്നടങ്കം ഇത് പറഞ്ഞ് ഈ തരത്തിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു, പിന്നീട് അല്ലെങ്കിൽ പാർട്ടി അനുയായികളെ ഈ തരത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു, പിന്നീട് ഇപ്പോൾ ഇതല്ലെന്ന് പറയുന്നു, അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ വിശ്വസിക്കണം, അതാണോ? ഞാനതിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഡ്രൈവ് ചെയ്യുന്നത് പ്രകാശ് കാരാട്ടാണ് ഡൽഹിയിൽ. പിണറായി വിജയന്റെയും കേരളത്തിലെ പാർട്ടിയുടെയും പ്രശ്നം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. രാഷ്ട്രീയം രൂപപ്പെട്ടത് കോൺഗ്രസ് വിരുദ്ധതയിലൂന്നിയാണ്. ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട ശത്രു. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു ദേശീയ തലത്തിലെ സാഹചര്യം അതിന് നിർബന്ധിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ കേരളത്തിലെ രാഷ്ട്രീയം എന്ത് പറയും, എന്ത് പ്രസംഗിക്കും, ആരാണ് എതിർസ്ഥാനത്ത് എന്നൊക്കെയുള്ള ഒരു പ്രശ്നം, അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ജോസഫ് സി മാത്യു സംസാരിച്ചതിന്.